ഗുഡ് മോർണിംഗ്. സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൻ്റെ മാത്സ് നമ്മൾ ബാക്കിയുള്ള ഭാഗം, മൂന്നാമത്തെ ചാപ്റ്റർ ബാക്കിയുള്ള ഭാഗമാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയൊക്കെ 100 കിട്ടും എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 90 + 10 100 ആണ്, 99 + 100 ആണ്, 80 + 20 100 ആണ്, 50 + 50 100 ആണ്, 95 + 5 100 ആണ്, ആൻഡ് ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് 3-digit നമ്പർ ആണ് 100 എന്നത് വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ 5 10s 50 ആണെന്നും, 7 10s 70 ആണെന്നും, 9 10s 90 ആണെന്നും, 6 10s 60 ആണെന്നും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ആണല്ലോ. ഇനി നമുക്ക് 100ന് ശേഷം എന്ത്? ഓക്കെ, ആഫ്റ്റർ 100 നമ്മൾ എങ്ങനെ നമ്പേഴ്സിന് എഴുതും, അതാണ് നമുക്കിനി പഠിക്കേണ്ടത്. ഓക്കെ, ബിയോണ്ട് 100, അതായത് 100ന് ശേഷം. മേ ഐ ജോയിൻ യു? 1 വന്ന് ചോദിക്കുകയാണ്, മേ ഐ ജോയിൻ യു, ഞാൻ നിങ്ങളെ കൂടെ കൂടിക്കോട്ടെ എന്ന് ആരോട് ചോദിക്കുകയാണ്? 100നോട് ചോദിക്കുകയാണ്. അപ്പോൾ 100 എന്ന് പറയുന്നത് എന്താണ്? 100 ആണല്ലോ. അപ്പോൾ 100ൻ്റെ കൂടെ ആർക്ക് വരണം? ഈ 1ന് വരണം അല്ലേ. 100ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? നമുക്ക് 1 ആഡ് ചെയ്യണം. അപ്പോൾ 1 ചോദിക്കുകയാണ്, മേ ഐ ജോയിൻ യു. അപ്പോൾ 100 പറഞ്ഞു, ഓക്കെ കമോൺ, വന്നോ, നീയും വന്നോ. അപ്പോൾ ആ ലാസ്റ്റ് നിൽക്കുന്ന 0ന് സങ്കടമായേ, 0 പറയാണ്, ലാസ്റ്റ് നിൽക്കുന്ന 0 പറയാണ്. ഐ ഹാവ് ടു ലീവ് വെൻ യു കം. നീ വരുന്നുണ്ടെങ്കിൽ ആര് പോണ്ടി വരും? ഞാൻ പോണ്ടി വരും അല്ലേ. അതായത് 100 എന്ന് പറയുന്നത് 100 ആണ്. ആ 100ൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്? 1 ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ലാസ്റ്റത്തെ ആ 0 അങ്ങ് പോവും. 100ൻ്റെ 100 എന്നുള്ള 0 അങ്ങ് പോയിട്ട് ആടെ എന്ത് വരും? ഇൻസ്റ്റഡ് അവിടെ എന്ത് വരും? പകരം അവിടെ എന്ത് വരും? 101 എന്ന് വരും. ഓക്കെ, മനസ്സിലായോ? അതായത് 100ൻ്റെ കൂടെ നമ്മൾ 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 101 കിട്ടും. മക്കൾക്ക് മനസ്സിലായോ? അപ്പോൾ 100 + 1 എന്താണ്? 101, 101. ഓക്കെ, 101 എന്താണ്? 100 + 1 എന്താണ്? 101, 101. അതേപോലെ 100ൻ്റെ കൂടെ 2 ആണ് ആഡ് ചെയ്യുന്നെങ്കിലോ 102, അതായത് 102 എന്ന് കിട്ടും. 100ൻ്റെ കൂടെ 3 ആണ് ആഡ് ചെയ്യുന്നെങ്കിലോ 103 എന്ന് കിട്ടും അല്ലേ. 103 കിട്ടും. 100ൻ്റെ കൂടെ 4 ആണ് ആഡ് ചെയ്യുന്നെങ്കിലോ അവിടെ അത് എഴുതി കൂട്ടിയിട്ട് 104 ആണെങ്കിലോ 104 കിട്ടും, അതായത് 104 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ 101 എന്ന് പറയുന്നത് 101, 101, 100 + 1. ദ നെക്സ്റ്റ് നമ്പർ ആഫ്റ്റർ 100 is 101. 100ന് ശേഷം വരുന്ന നെക്സ്റ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 101 ആണ്, അതായത് 101 ആണ്. ഇത് മനസ്സിലായോ മക്കൾക്ക്? വളരെ സിമ്പിളാണ്. 100 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ 101, അതായത് 101, ദെൻ 102, 103, 104 അങ്ങനെ. മനസ്സിലായല്ലോ? അപ്പോൾ 100ൻ്റെ കൂടെ 9 കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 109 കിട്ടും. ഓക്കെ, 109 കിട്ടും. അതും ഇവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഈ സ്ലൈഡിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത അതേ സാധനം തന്നെ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്യണം. നോക്കിക്കോളൂ. 100 + 1 എന്താണ്? 101. ആ 101നോട് വീണ്ടും 1 കൂട്ടിയാലോ? ഇതാ ഫസ്റ്റ് ടേബിളിൽ കൊടുത്തിട്ട്, ഫസ്റ്റ് ഒരു ബോക്സിനകത്ത് കൊടുത്തിട്ടതാ 100 + 1 = 101 അല്ലേ. 101, 101. അപ്പോൾ 100 + 1 = 101. ഇനി എന്താ ചെയ്യുന്നതെന്നറിയോ? ആ ടേബിൾ പ്രകാരം 101ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? ഒരു 1 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ 100 + 1 = 101. 101ൻ്റെ കൂടെ വീണ്ടും എന്ത് ചെയ്യുന്നു? ഒരു 1 കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്തായി? 101 + 1 2 അല്ലേ. അപ്പോൾ 101 + 1 എന്താവും? 102 ആവും. 1 1 2 അല്ലേ മക്കളെ. അതായത് 101 + 1 എന്താവും? 102 ആവും, 102 ആവും. ഓക്കെ, 1 + 1 = 2, അതായത് 101 + 1 = 102. ഓക്കെ, ഇനി ആ 102ൻ്റെ കൂടെ എന്ത് കൂട്ടി? 1 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 103 കിട്ടും, 103 കിട്ടും. ദെൻ 103ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് എന്ത് കിട്ടും? 104 കിട്ടും, അതായത് 104 കിട്ടും. മനസ്സിലായല്ലോ? ടീച്ചർ അതാ അതിൻ്റെ ബാക്കിയുള്ളത് തൊട്ടപ്പുറം എഴുതിയിട്ട്, ഇത് മക്കൾ സ്വന്തമായിട്ട് എഴുതേണ്ടതാണേ, ടീച്ചർ ഇത് നോക്കണ്ട, സ്വന്തമായിട്ട് എഴുതേണ്ടതാണ്. 104, അതായത് 104ൻ്റെ കൂടെ 1 ആഡ് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും? ടീച്ചർ ആ കൊടുത്ത ആ ലൈനിൽ 10 മാത്രമേ ഉള്ളൂ, 5 താഴെയായി പോയിട്ടോ. അത് മക്കൾ ശ്രദ്ധിക്കണേ, 5 താഴെയുണ്ട്, അത് എഴുതാണ്ടില്ല, താഴെയായിപ്പോയി, അത് ടൈപ്പ് ചെയ്ത് വന്നപ്പോൾ. ഓക്കെ, അപ്പോൾ 104ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ 105 കിട്ടി. 105ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ 106 കിട്ടി. 106ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ 107 കിട്ടി. 107ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ 108 കിട്ടി.
108ൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ 109 കിട്ടി. ലാസ്റ്റ് സ്റ്റെപ്പ് 109ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 110 കിട്ടും. 110 എങ്ങനെ എഴുതുക? 110. ഓക്കെ, 1 കഴിഞ്ഞതിന് ശേഷം എന്ത് എഴുതണം? 10 എഴുതണം. അത് 110. മനസ്സിലായല്ലോ? 110, 110. ഓക്കെ, 9ൻ്റെ കൂടെ 1 കൂടിയ 10 അല്ലേ? അപ്പോൾ 109ൻ്റെ കൂടെ 1 കൂടിയ എന്ത് കിട്ടും? 110 കിട്ടും. ഇത് മക്കൾക്ക് മനസ്സിലായോ? ഇതൊരു മെത്തേഡ്. ഇനി ഇങ്ങനെ തന്നെ വേണമെന്നില്ല, വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? വേറൊരു രീതി എന്താ? 100 + 1 = 101. റൈറ്റ് സൈഡിൽ കൊടുത്തതാണ് ഈ പറയുന്നത്. 100ഉം 1ഉം 101. അതിലാർക്കും ഡൗട്ടില്ലല്ലോ. ഇനി നമ്മൾ 101ൻ്റെ കൂടെ അല്ല വീണ്ടും 1 കൂട്ടുന്നു. അതിന് പകരം 100ൻ്റെ കൂടെ ഡയറക്റ്റ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ 100 + 2 = 102. 100 + 3 = 103. 100 + 4 = 104. ബാക്കി എങ്ങനെ എഴുതും? മക്കൾ ഒറ്റയ്ക്ക് എഴുതണം. 100 + 5 = 105. 100 + 6 = 106. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ് ചെയ്ത് വെക്കുക. വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് സ്വന്തമായിട്ട് എഴുതി നോക്കുക. ഓക്കെ, സ്വന്തമായി എഴുതിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള വീഡിയോ കാണുക. ടീച്ചർ എഴുതിയതുമായിട്ട് എന്ത് ചെയ്യുക? ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ 100 + 1 = 101. 100 + 2 = 102. 100 + 3 = 103. 100 + 4 = 104. 100 + 5 = 105. 100 + 6 = 106. 100 + 7 = 107. 100 + 8 = 108. 100 + 9 = 109. And then last 100 + 10 = 110. ഓക്കെ, 110. ഇങ്ങനെ നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ 100ൻ്റെ കൂടെ നെക്സ്റ്റ് നമ്പേഴ്സ് എന്തൊക്കെയാണ്? 100 കഴിഞ്ഞ് വരുന്ന ബിയോണ്ട് 100 നമ്പേഴ്സ് ഏതൊക്കെയാണെന്നാണ് നിങ്ങളിങ്ങനെ കൗണ്ട് ചെയ്തതിലൂടെ പഠിച്ചത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം നമ്പേഴ്സ് എങ്ങനെ കൃത്യമായി എഴുതണമെന്ന്. അപ്പോൾ നമ്മളതൊന്നുകൂടി എന്ത് ചെയ്തു? ഉറപ്പിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പ്രകാരം നമ്മളതൊന്നുകൂടി ഫിക്സ് ചെയ്തു. മനസ്സിലായല്ലോ? അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവേ. മനസ്സിലാവുന്നുണ്ടല്ലോ? നെക്സ്റ്റ്, വാട്ട് ഈസ് 1 added to 9? 109. Sorry, what is 1 added to 109? 109ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നിങ്ങളിപ്പം കണ്ടു എന്ത് കിട്ടി? 110 നമുക്ക് കിട്ടി. അതായത് 110 നമുക്ക് കിട്ടി അല്ലേ? അതായത് 100ൻ്റെ കൂടെ ഡയറക്റ്റ് 10 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 110 കിട്ടും. അല്ലെങ്കിൽ 109ൻ്റെ കൂടെ 1 ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? 110 കിട്ടും. അവിടെ എഴുതിയിട്ടതാ മക്കളെ 100 മഞ്ഞ കളറിൽ കൊടുത്തത്. 100 അതിൻ്റെ നേരെ താഴെ 10 എഴുതിയിട്ട് താഴെ എന്ത് ആഡ് ചെയ്തിട്ട് എന്ത് കിട്ടി? 110 കിട്ടി. മനസ്സിലായല്ലോ? റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടതാ 100 + 10 = 110. 109 + 1 = 110. അതായത് 109 109നോട് 1 കൂട്ടിയാലും 110 ആണ്. 100നോട് 10 ഡയറക്റ്റ് കൂട്ടിയാലും 110 ആണ്. 110 ആണ്. മനസ്സിലായോ? ഇനി തൊട്ട് താഴെ കൊടുത്തിട്ടതാ 1 added to 109, that means 109, and 10 added to 100 are equal to 110, അതായത് 110. ടീച്ചർ പറയുന്ന മക്കൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് 109, 109, 109 അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താലും 100ൻ്റെ കൂടെ ഡയറക്റ്റ് 10 ആഡ് ചെയ്താലും ആൻസർ എത്ര കിട്ടും? 110 കിട്ടും. 110 കിട്ടും. മനസ്സിലായോ? ഇനി 100ൻ്റെ കൂടെ 20 ആഡ് ചെയ്താലോ 120 കിട്ടും. ഓക്കെ, 120 makes 120. 120 makes 120 means 120. 130 make a 130, അതായത് 130. ഓക്കെ, 130 അതായത് 130. മനസ്സിലായോ? 120 എന്ന് പറയുന്നത് 100ഉം 20യും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 120. 100ഉം 30യും ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 130. 40 more than 100 is 140. 100ൻ്റെ കൂടെ 40 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 140 കിട്ടും. 100ൻ്റെ കൂടെ 40 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 140 കിട്ടും. 100ൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? 40 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 140 കിട്ടും. 100ൻ്റെ കൂടെ 40 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 140 കിട്ടും. 100ൻ്റെ കൂടെ 20 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 120 കിട്ടും. 100ൻ്റെ കൂടെ 30 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 130 കിട്ടും. 100ൻ്റെ കൂടെ 10 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 110, അതായത് 110 കിട്ടും. മക്കൾക്ക് മനസ്സിലായല്ലോ?
ഇനി നെക്സ്റ്റ് അതുപോലെ 100 + 80 = 180, 180. ഓക്കെ, 100ഉം 80യും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. 11 tens makes 110. അതായത് 10 കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുക? 110 കിട്ടുക. 10 കൂട്ടണം. സോറി ടീച്ചർ പറഞ്ഞതിൽ തെറ്റുണ്ടേ. മക്കൾക്ക് മനസ്സിലായോ? അത് ടീച്ചർ പറഞ്ഞതിൽ തെറ്റ് മനസ്സിലായോ? 11 tens make 110. 11 കൂട്ടണം. എപ്പോഴേ നമുക്ക് എന്ത് കിട്ടൂ? 110 കിട്ടൂ. 11 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 110 കിട്ടും. 11 tens make 110. ഓക്കെ, 11 tens make 110. തത്തമ്മ പറഞ്ഞത് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, വി ക്യാൻ റൈറ്റ് ദ നമ്പർ ഓൺ ദ സ്റ്റിക്കേഴ്സ്. ആ ഹരിതകർമ്മ സേനയിലെ ചേച്ചി പറയാണ് നമുക്ക് എന്ത് ചെയ്യണം? വി ക്യാൻ റൈറ്റ് ദ നമ്പേഴ്സ് ഓൺ ദ സ്റ്റിക്കേഴ്സ്. ആ സ്റ്റിക്കേഴ്സിൻ്റെ മുകളിൽ നമുക്ക് എന്ത് എഴുതണം? നമ്പേഴ്സ് എഴുതണം. സം നമ്പേഴ്സ് ആർ നോട്ട് റിട്ടൺ. ചില നമ്പേഴ്സ് എഴുതിയിട്ടില്ല. ക്യാൻ യു റൈറ്റ് ദം? നിങ്ങൾക്ക് അതൊന്നും എഴുതാവോ? ഈസിയാണ്. നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ പുഷ്പം പോലെ എഴുതും അല്ലേ? ഇപ്പോൾ 101, അതായത് 101, 102, 103. ഇനി എന്ത് എഴുതണം? 104, 105, 106, 107, 108. അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ഏത് വരെ എഴുതണം? 150 വരെ, അതായത് 150 വരെ നിങ്ങൾ എഴുതണം. നമ്പേഴ്സ് എഴുതാൻ ഇനി ടീച്ചർ പഠിപ്പിക്കൂല, ഇനി ടീച്ചർ പറഞ്ഞു തരൂല. നിങ്ങൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് എഴുതണം. ഓക്കെ, വീഡിയോ പോസ് ചെയ്യാം, വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് വെക്കുക, എഴുതുക. വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. ഇനി എഴുതി കഴിഞ്ഞതിന് ശേഷം അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ അത് അവിടെ റൈറ്റ് സൈഡിൽ നമ്പേഴ്സ് താഴെ കൊടുത്തിട്ട് 104 തൊട്ട്, അതായത് 104 തൊട്ട് 104 തൊട്ട് ടീച്ചർ അതാ കൊടുത്തിട്ട് താഴെ കൊടുത്തിട്ട് അതാ 150 വരെയും അത് നിങ്ങളൊന്ന് നോക്കുക. മനസ്സിലായോ? അതൊന്ന് നോക്കുക. ഓക്കെ, അത് നിങ്ങൾ സ്വന്തമായി എഴുതി കഴിഞ്ഞതിന് ശേഷം വേണം ടീച്ചർ ചെയ്തത് നോക്കാൻ. എന്നിട്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക. തെറ്റൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഒരു തെറ്റും ഉണ്ടാവില്ല. കാരണം നമ്പേഴ്സ് കൃത്യമായി എഴുതാൻ പഠിച്ച മക്കളാണ് നിങ്ങൾ. ഓക്കെ, ഇനി ആ മക്കൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഇനി വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ നമ്പേഴ്സ് ഇൻ ദ കളേർഡ് ബോക്സ്? അവിടെ ഒരു കോളം മാത്രം, ഒരു ബോക്സ് മാത്രം കളർഫുള്ളാക്കിയിട്ടുണ്ടല്ലേ. ഒരു ബോക്സ് മാത്രം എന്തിനാണ് ഇങ്ങനെ കളർഫുള്ളാക്കി വെച്ചത്? എന്തിനാണ്? അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതിലെന്താ ഉള്ളത് നോക്കിയേ? 105, അതായത് 105 ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്താ കൊടുത്തിരിക്കുന്നത്? 115 ആണ്. അതായത് 115ഉം 105ഉം തമ്മിൽ എന്ത് റിലേഷനാണ് ഉള്ളത്? +10. 105ൻ്റെ കൂടെ 10 കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുക? 115 കിട്ടുക. 105ൻ്റെ കൂടെ 10 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 115 കിട്ടും. ഇനി അവിടെ താഴേക്ക് എഴുതുന്ന ഓരോ നമ്പേഴ്സും എന്ത് ആഡ് ചെയ്തതായിരിക്കും? 10 ആഡ് ചെയ്ത് വന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ 105ൻ്റെ കൂടെ 10 ആഡ് ചെയ്ത് 115 കിട്ടും. വീണ്ടും അതിൻ്റെ കൂടെ 10 ആഡ് ചെയ്തപ്പോൾ നിങ്ങൾ ആ കോളത്തിൽ നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? 125 കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി പിന്നെയും താഴേക്ക് വരുമ്പോൾ 135 കിട്ടിയിട്ടുണ്ടാവും. പിന്നെ 145 കിട്ടിയിട്ടുണ്ടാവും. അതായത് 105, 115 ആൻഡ് 125, 135, 145 ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതെങ്ങനെയാണ് വരുന്നത്? എന്താ അവിടെ റിലേഷൻ? അത് കൂട്ടിയിട്ട്, അതായത് 10 ആഡ് ചെയ്ത് വരുന്ന നമ്പേഴ്സാണ് അതൊക്കെ. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, ഗിവ് യെല്ലോ കളർ ടു 5 നമ്പേഴ്സ് വിച്ച് ഇൻക്രീസ് ബൈ 5. അതായത് 5 നമ്പേഴ്സ് നിങ്ങൾക്ക് കളർ ചെയ്യണം, യെല്ലോ കളർ കൊടുക്കണം. എങ്ങനെയാണ് കൊടുക്കണ്ടേ? 5 വെച്ച് ആഡ് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടീച്ചർ ആദ്യം എടുക്കുന്ന നമ്പർ 105 ആണെന്ന് വിചാരിച്ചോ. എൻ്റെ ഈസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. നോക്കി, നിങ്ങൾക്ക് ഏത് നമ്പറും ഏതും എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തത് 105 ആണെന്ന് വിചാരിച്ചോ. 105ൻ്റെ കൂടെ, അതായത് 105ൻ്റെ കൂടെ ഞാനൊരു 5 ആഡ് ചെയ്യണം. ഫസ്റ്റ് ഞാൻ 105 കളർ ചെയ്തു. 105 ഞാൻ യെല്ലോ കളർ കൊടുത്തു. അതിൻ്റെ കൂടെ ഇനി 5 ആഡ് ചെയ്ത് ടീച്ചർക്ക് എന്ത് കിട്ടും? 110 കിട്ടും അല്ലേ? 110 കിട്ടും. 110 കിട്ടും. വീണ്ടും 5 ആഡ് ചെയ്താൽ 115 കിട്ടും. ദെൻ വീണ്ടും 5 ആഡ് ചെയ്താൽ 120 കിട്ടും. വീണ്ടും 5 ആഡ് ചെയ്താൽ 125 കിട്ടും. അപ്പോൾ ഈ 5 നമ്പേഴ്സിന് ടീച്ചർ എന്ത് ചെയ്യും? യെല്ലോ കളർ കൊടുക്കും. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യം നിങ്ങൾ 101 എടുക്കുന്നു വിചാരിച്ചോ, അതായത് 101 എടുത്തു വിചാരിച്ചോ. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? 5 ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 106 കിട്ടും. 106ന് കളർ ചെയ്യുക. വീണ്ടും ഒരു 5 ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കിട്ടും? 111 കിട്ടും. വീണ്ടും ഒരു 5 ആഡ് ചെയ്യുക. 116 കിട്ടും. ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക. അതിൽ ആദ്യത്തെ 5 നമ്പേഴ്സിന്, 5 കൂട്ടി വരുന്ന ഈ 5 നമ്പേഴ്സിന് എന്ത് ചെയ്യുക?
യെല്ലോ കളർ കൊടുക്കുക. അതായത് നിങ്ങൾ എഴുതുന്ന നമ്പറും നിങ്ങളുടെ ഫ്രണ്ട് എഴുതുന്ന നമ്പറും ഒന്ന് തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. മനസ്സിലായോ? ഏതൊരു നമ്പർ നമുക്ക് സെലക്ട് ചെയ്യാം, അത് വെച്ച് എന്ത് ചെയ്താൽ മതി, 5 കൂട്ടി എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? ഇനി ഇതും നമ്പേഴ്സ് എഴുതാൻ തന്നെയാണ്, ടീച്ചർ ഹെൽപ്പ് ചെയ്യില്ല, സ്വന്തം വീഡിയോ പോസ് ചെയ്തോളുക, എഴുതിക്കൊള്ളുക. ഇനി 150 വരെ നിങ്ങൾ പഠിച്ചു. നെക്സ്റ്റ് നമ്പർ 151, 151, 152, 153, 154, അങ്ങനെ നിങ്ങൾ ഏത് വരെ എഴുതണം, 200 വരെ എഴുതണം. ഓക്കെ, 200 വരെ എഴുതണം. ഒരു ഡൗട്ടും വേണ്ട, എഴുതിക്കൊള്ളുക. ഓക്കെ, വീഡിയോ പോസ് ചെയ്യുക, എഴുതുക. എഴുതി തീർത്തതിന് ശേഷം ടീച്ചർ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക, ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം. ഓക്കെ, അതിൽ ടീച്ചർ എഴുതിയതിൽ ലാസ്റ്റ് കോളത്തിലെ ആ 191 എഴുതിയത് 1 താഴേക്ക് വന്നിട്ടുണ്ട്. എല്ലാത്തിലും 90, 90, 90 ഉള്ളൂ. ഓക്കെ, ഒന്ന് താഴെയുള്ളത്. അപ്പോൾ അത് മക്കളൊന്ന് ശ്രദ്ധിക്കുക, മക്കളൊന്നത് കറക്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് കോളം 191, 192 അങ്ങനെയാണേ, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ നമ്പേഴ്സ് മക്കൾ തന്നെ ഒന്ന് ഫില്ല് ചെയ്യുക. ഇനി വേണ്ടത് അവിടെ റെഡ് കളർ ഒരു സർക്കിളിനകത്ത് കൊടുത്തിട്ടതാ 199 ആൻഡ് 1 ഇസ് ഈക്വൽ ടു 200. അതായത് 199ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 200 കിട്ടും. 199ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 200 കിട്ടും. ഓക്കെ, 200 കിട്ടും, അതായത് 200 കിട്ടും. ഈ 200 എന്ന് പറയുന്നത് അതിനകത്ത് എന്തുണ്ട്, 200 എന്നല്ലേ പറയുന്നത്. എത്ര 100 ഉണ്ട് അവിടെ, 2 100 ഉണ്ട്. 100 ആഡഡ് ടു 100 ഈസ് 200. 100 + 100 ആണ് എന്തെന്ന്, 200. അതായത് 100ൻ്റെ കൂടെ 100 ആഡ് ചെയ്യുമ്പോഴാണ് മക്കൾക്ക് എന്ത് കിട്ടുക, 200 കിട്ടുക. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, ഹൗ ഡു വി ആഡ് 190 ആൻഡ് 10? മോം പ്ലീസ് ഹെൽപ്പ്. 190ൻ്റെ കൂടെ 10 ആഡ് ചെയ്യൽ എങ്ങനെയാണെന്ന് അമ്മയോട് ആര് ചോദിച്ചു, നമ്മുടെ കുട്ടി ചോദിച്ചു. ഓക്കെ, ആ കുഞ്ഞ് ചോദിച്ചു. 190 മീൻസ് 190. അമ്മ പറഞ്ഞു കൊടുക്കുകയെന്ന്. 190 എന്ന് പറയുന്നത് 100ഉം 90ഉം ചേർന്നതാണ്. വെൻ 10 is ഓൾസോ ആഡഡ്, ഈ 190ൻ്റെ ഈ 100ഉം അതിൻ്റെ കൂടെ 90ഉം കൂട്ടി 190 നമുക്ക് കിട്ടി. അതിൻ്റെ കൂടെ ഒരു 10ഉം കൂടെ നമുക്ക് ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 200 കിട്ടും. അതായത് 90 ആൻഡ് 10 എന്ന് പറയുന്നത് എന്താണ്, 100 ആണ്. അപ്പോൾ 100 + 90 + 10 ഇസ് ഈക്വൽ ടു 100 + 100 ആവും, ഈസ് ഈക്വൽ ടു 200. ഒന്നുകൂടെ പറയേ, അമ്മയോട് കുഞ്ഞ് ചോദിക്കുകയെന്ന്, അമ്മേ ഞാൻ എങ്ങനെ 190ൻ്റെ കൂടെ 190ൻ്റെ കൂടെ 10 ആഡ് ചെയ്യും? അപ്പോൾ അമ്മ പറഞ്ഞു കൊടുക്കുകയെന്ന്, 190 എന്ന് പറയുന്നത് എന്താണ്, അതായത് 190 എന്ന് പറയുന്നത് 100ൻ്റെ കൂടെ 90 കൂട്ടിയതല്ലേ, 100 + 90 അല്ലേ, ആണല്ലോ. അപ്പോൾ 100 + 90 ആണ് എന്തെന്ന്, 100 + 90 ആണ് 190. ആ 90ൻ്റെ കൂടെ ഒരു 10ഉം കൂടെ ആഡ് ചെയ്ത് 190ൻ്റെ കൂടെ ഒരു 10ഉം കൂടി, അതായത് 100 + 90 + 10. 90 + 10 100 ആയി. ആദ്യത്തെ 100ഉം കൂടി ഇതിൻ്റെ കൂടെ കൂട്ടി എന്ത് കിട്ടും മക്കൾക്ക്, 200 കിട്ടും. മനസ്സിലായോ? അപ്പോൾ 100 + 100 എന്താണ്, 200. 190 + 10 എന്താണ്, 200. മനസ്സിലായല്ലോ? ഇനി വീണ്ടും ഒരു പാറ്റേൺ എഴുതാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. അശ്വിനി റോട്ട് ദ നമ്പേഴ്സ് ഇൻ ഓർഡർ, ഫൈൻഡ് ഔട്ട് ദ നമ്പേഴ്സ് ആൻഡ് റൈറ്റ് ഇൻ ഓർഡർ. നമുക്ക് ആ മിസ്സിംഗ് നമ്പേഴ്സ് ഒന്ന് എഴുതണം. 110, 120, 130, 140. ഇനി എന്ത് വരും, 150, 160, 170, 180, 190, then 200. അതായത് 10 വെച്ച് കൗണ്ട് ചെയ്ത് നമുക്ക് എഴുതണം. ക്യാൻ യു ടെൽ സ്വീറ്റി? അമ്മ ചോദിക്കാൻ മോളെ നിനക്കിത് പറയാൻ പറ്റുമോ? അപ്പോൾ കുഞ്ഞ് പറഞ്ഞു കൊടുക്കുക. 110, 100 + 10, 100ൻ്റെ കൂടെ 10 ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 110 കിട്ടും. 110ൻ്റെ കൂടെ വീണ്ടും ഒരു 10 ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 120 കിട്ടും. വീണ്ടും ഒരു 10 ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 130 കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് പോണത് എന്ന് ആര് പറഞ്ഞു കൊടുത്തു, അമ്മക്ക് ആ കുട്ടി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതുപോലെ മക്കളും പഠിക്കണേ. Now I will say in a different way. 100 + 10 is equal to 110. 100ഉം 10ഉം കൂട്ടിയാൽ 110 ആണ്, 110 ആണ്. 120ഉം കൂട്ടിയാൽ 120. 130ഉം കൂട്ടിയാൽ 130. 140ഉം കൂട്ടിയാൽ 140. 150ഉം കൂട്ടിയാൽ 150, അതായത് 150. 100ഉം 60ഉം കൂട്ടിയാൽ 160. 100ഉം 70ഉം കൂട്ടിയാൽ 170. 100ഉം 80ഉം കൂട്ടിയാൽ 180. 100ഉം 90ഉം കൂട്ടിയാൽ 90ഉം കൂട്ടിയാൽ 190. 190. 100ഉം 100ഉം കൂട്ടിയാൽ 200. 2 100 കൂട്ടിയാൽ എന്ത് കിട്ടും നമുക്ക്, 200 കിട്ടും. മനസ്സിലായല്ലോ?
ലാസ്റ്റ് പാർട്ട് ഒരു മാത്സ് ക്വിസാണ്. അവിടെ ആ ബ്ലാക്ക് ബോർഡിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഹൗ മെനി നമ്പേഴ്സ് ആർ ഫ്രം 60 to 75? 60 മുതൽ 75 വരെ 60 to 75 എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര നമ്പർ ഉണ്ട് മക്കൾ എഴുതണം. 60, അതായത് 60, 61, 62 അങ്ങനെ എഴുതി 75 വരെ എഴുതണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിലെത്ര നമ്പേഴ്സ് ഉണ്ടെന്നൊന്ന് എണ്ണി നോക്കുക. ഓക്കെ, നിങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര നമ്പർ കിട്ടും? 16 നമ്പേഴ്സ് കിട്ടും. ഓക്കെ, 16 നമ്പേഴ്സ് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? എഴുതി കണ്ടുപിടിക്കണേ, ഒറ്റക്ക് കണ്ടുപിടിക്കണം. 16 കിട്ടുന്നുണ്ടോയെന്നെങ്കിലും നോക്കണം. ഓക്കെ, അപ്പോൾ 16 നമ്പേഴ്സ് കിട്ടും. ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ ഫ്രം 60 and 75? 60ക്കും 75നും ഇടയിലല്ല, അതടക്കം. ഓക്കെ, 60 and 75നുള്ളിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? അപ്പോൾ 16 നമ്പേഴ്സ് ഉണ്ട്. How many tens should be added to 100 to get 130? 130 ആവണമെങ്കിൽ 100ൻ്റെ കൂടെ എത്ര 10 ആഡ് ചെയ്യണം? 130 ആവണമെങ്കിൽ 100ൻ്റെ കൂടെ എത്ര 10 ആഡ് ചെയ്യണം? എത്ര 10 ആഡ് ചെയ്യണം? എത്ര 10 30? 130 വരണമെങ്കിൽ 3 10 അല്ലേ? അപ്പോൾ 3 10 ആഡ് ചെയ്യണം. ഇനി നെക്സ്റ്റ്, ദ നമ്പർ വെൻ 7 tens and 5 ones are added. 7 tensഉം 5 onesഉം കൂട്ടി എന്ത് കിട്ടും? 7 tens 70 പ്ലസ് 5 ones 5, അപ്പോൾ 75 നമുക്ക് കിട്ടും. റൈറ്റ് നെക്സ്റ്റ് 2 നമ്പേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് 2 നമ്പേഴ്സ് എഴുതാൻ. 16, അതായത് 106, അതായത് 106, 116, 125. ഇനി എന്ത് എഴുതണം? 135, 145 എഴുതണം. ഇനി നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പേഴ്സ് ആർ ഫ്രം 1 to 200 എൻഡിങ് വിത്ത് 0? 1 മുതൽ 200 വരെ 0യിൽ അവസാനിക്കുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? 20 നമ്പേഴ്സ് വരും. മക്കളൊന്ന് എണ്ണുക. അതായത് 10, 20, 30, 40 അങ്ങനെ വരും. അപ്പോൾ അതിൽ 0യിൽ അവസാനിക്കുന്ന എത്ര നമ്പേഴ്സ് ഉണ്ട്? 20 നമ്പേഴ്സ് ഉണ്ട്. ഇതൊരു ഹോംവർക്കാണ്. ഫൈൻഡ് സം മോർ ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആൻസേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഗുഡ് ബൈ.